പീരിയഡ് വാച്ച് ചെയ്യാൻ അടിപൊളിയല്ലേ? ചേട്ടൻ പറഞ്ഞിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ എന്നോട് ചോദിക്കണ്ടേ? എൻ്റെ ഞാനുണ്ടാവില്ല. എൻ്റെ ഈ രൂപം വെച്ചിട്ട് എങ്ങനെയാണ് ഈ കപ്പിയാരി സെക്കൻഡ് പാർട്ടി? അല്ലല്ല, ആസ് ഓഫ് നൗ എനിക്ക് അങ്ങനെ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഭാഗമാണ്. അല്ല, വിളിച്ചാൽ പോവില്ല. വിളിച്ചാൽ പോകാൻ പറ്റുന്ന ഒരു വേഷമല്ലല്ലോ. അത് ചെയ്ത് വെച്ച് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയല്ലേ. അങ്ങനെ എനിക്കറിയില്ല, വന്ന ഇൻഫർമേഷൻ ഒന്നുമില്ല. ഇപ്പോൾ സൈജേട്ടനോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആട് 3നെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ആട് 2 ചെറിയ പോർഷനിൽ വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഇനി ആട് 3 എങ്ങനെയാണ് റോൾ വരുന്നത്? അച്ചേട്ടൻ 1 ആട് 1 ആട് 2 എൻ്റെ ക്യാരക്ടർ കുഞ്ഞാ. 3 അറിയില്ല, മിഥുൻ പറഞ്ഞിട്ടില്ലൊന്നും. പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല, ഇത് ബോണസ് കിട്ടിയൊരു വേഷമാണ്. അപ്പോൾ അത് കിട്ടിയാൽ അതിൻ്റെ എക്സ്റ്റൻഡഡ് വേർഷൻ പ്രതീക്ഷിക്കാൻ ഇല്ല. ഒന്നും ഇൻഫോംഡ് അല്ല ആടിനെ കുറിച്ച്. ആട് 3 അല്ല, അപ്പാടി കപ്പ്യാറിനെ കുറിച്ചിട്ട് വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ജാൻ ചേട്ടനാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി ഇപ്പോൾ പ്രോസസ്സിലാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ഒഫീഷ്യൽ പ്ലാനോ ഞാൻ ആ പ്ലാനിൻ്റെ ഭാഗമൊന്നുമല്ല. അതുപോലെ തന്നെ ധ്യാൻ ചേട്ടൻ അടുത്ത ഡയറക്ഷനായിട്ട് പോകുന്നത് തിര 2 ഡയറക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് ആ ഇൻ്റർവ്യൂ ഞാനും കാണുന്നുണ്ട്. എൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ധ്യാനോട് തന്നെ ചോദിക്കണം. പീരിയഡ് വാച്ച് ചെയ്യാൻ അടിപൊളിയല്ലേ? അത് കഴിഞ്ഞിട്ട് ഒരു ബ്രഹ്മാണ്ഡ ഫിലിമാണ് ചെയ്യാൻ പോകുന്നതാണ്. കുറച്ച് വെയിറ്റ് ചെയ്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വെരി കേപ്പബിൾ. ആദ്യത്തെ സിനിമ ചെയ്ത് നമുക്ക് തെളിയിച്ച ഡയറക്ടറാണ്. എനിക്കതിൽ സംശയമൊന്നുമില്ല. എനിക്ക് അതിനുള്ള കഴിവുണ്ട്. ചെയ്യും. അല്ല, ഞാൻ ചേട്ടന് വല്ല ഉപദേശം എന്തെങ്കിലും കൊടുക്കാറുണ്ട്? റിപ്പീറ്റ് അവിടെ നിന്ന് എടുക്കാറുണ്ട്. ഞാനിപ്പോൾ അവിടുന്ന് ഉപദേശം എടുത്ത് ഞാൻ എൻ്റെ കരിയർ റൂട്ട് ചെയ്തു. കാരണം അദ്ദേഹത്തിന് കുറേ പേരുകൾ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടൊന്നും പറയാറൊന്നുമില്ല. ഞാനോ അങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളാണ്. മാത്രമല്ല ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ ഉപദേശം ശരിക്കും എടുക്കുന്നു. അല്ല, ഇനി വരാനുള്ള പ്രൊജക്റ്റ് എന്തെങ്കിലും? അടുത്ത ഐഡൻറ്റിറ്റിയാണ് റിലീസ്. ചെറിയ റോളാണ്. ടൊവിനോ, തൃഷ, അഖിൽ പോൾ ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. ഫോറൻസിക്കിൻ്റെ അത് റിലീസ് എന്താണെന്നറിയില്ല. ടീസർ 4-ാം തീയതി ഉണ്ട്. ഡിസംബറിലാന്ന് പറഞ്ഞു. ഡിസംബർ 4 ടീസർ ഇറങ്ങുന്നുണ്ട്. റിലീസ് എനിക്കറിയില്ല. അവർ അനൗൺസ് ചെയ്തേക്കുന്നത് എപ്പോഴാണ്. ജനുവരി 2025 ആണെന്ന് തോന്നുന്നു. പോസ്റ്ററിലേയും കണ്ട. അപ്പം അതായിരിക്കും അടുത്ത റിലീസ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെ ആയിരിക്കും. ത്രില്ലറാണ്. ടോബിയുടെ പോലീസ് റോളിലാണോ? എന്താ ഇൻവെസ്റ്റിഗേഷൻ? പോലീസാണോ? ഞാൻ കുറച്ചേ ഉള്ളൂ. എനിക്ക് കോമ്പിനേഷൻസ് കുറവാണ്. ടോബിയല്ല, ഞങ്ങളൊരു ഫ്ലാറ്റിലാണ് ഷൂട്ട് ചെയ്തത്. അദ്ദേഹം അവിടുത്തെ ഫ്ലാറ്റിൽ അന്തേവാസിയായിട്ടായിരുന്നു. നോർമൽ ഡ്രസ്സിലൊക്കെ. എന്നാലും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. ഇപ്പോൾ ഒരു മലയാളത്തിൽ കുറേ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ബെഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. പഞ്ചാബ് പാതിര, ഫോറൻസിക്, അതിൻ്റെ ഒക്കെ ഒരു എങ്ങനെ ലെവലിലേക്ക് പോകും അങ്ങനെ അറിയില്ല. ഞാൻ ചെറിയൊരു വേഷമാണ്. എൻ്റെ സീൻ മാത്രം അഖിൽ പറഞ്ഞുള്ളൂ. ഞാനും അതേ പ്രിഫർ ചെയ്യാറുള്ളൂ. എൻ്റെ സീൻ എന്താണ്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.